Welcome to Maths class. How are you? I hope all are fine. Today we can start a new chapter. Our fourth chapter is shapes. Do you remember shapes? Yes or no? Yes, we already learned different shapes. What are they? Can you say? Yes. What is? Rectangle, triangle, square and circle. Right? Okay. These shapes are called plane shapes. What is plane shapes? What is plane shapes? Flat shapes. എന്താണ് ഫ്ലാറ്റ് ഷേപ്പ് ഉള്ളവയെ നമുക്ക് പ്ലെയിൻ ഷേപ്പ് എന്ന് പറയാം. റൈറ്റ്? ഇവയ്ക്ക് 2 ഡയമെൻഷൻ ആണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെയിൻ ഷേപ്സിന്റെ 2 സൈഡ് മാത്രമേ നമ്മൾക്ക് കാണാൻ കഴിയുകയുള്ളൂ. ഓക്കെ? Now we can study these shapes. Are you ready? Okay. Now I am going to show a shape. Can you see this? Yes or no? Yes. What is this shape? Can you say? Yes. What is? Rectangle. Now we can study more about rectangle. A rectangle has 4 sides. A rectangle has 4 sides. Now we can look these sides 1, 2, 3 and 4. These are the 4 sides. Then 2 opposite sides are equal. What is? 2 opposite sides are equal. എന്താണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്? ഒരു റെക്ടാംഗിളിന് 4 sides ഉണ്ട്. 1, 2, 3 and 4. These are the 4 sides. Then opposite sides equal ആണ്. 2 opposite sides equal ആണ്. ഇവിടെ നോക്കുക, മുകളിലുള്ള ഈ വശവും താഴെയുള്ള ഈ വശവും നോക്കുകയാണെങ്കിൽ ഇവയുടെ രണ്ടിന്റെയും നീളം എന്നത് സെയിം ആണല്ലേ? നിങ്ങൾക്ക് ചിത്രം നോക്കിയാൽ തന്നെ മനസ്സിലാകും. അതേസമയം ഇടതുവശത്തുള്ള സൈഡും വലതുവശത്തുള്ള സൈഡോട് നോക്കിക്കേ, ഇവ രണ്ടും ഓപ്പോസിറ്റ് ആണല്ലോ. ഒന്ന് ഇവിടെയും ഒന്ന് ഓപ്പോസിറ്റ് സൈഡുമാണ് ഉള്ളത് അല്ലെ? ഇവയും രണ്ടിന്റെയും സൈഡ് നോക്കിക്കേ, ഈക്വൽ ആണോ? അതെ അല്ലെ? ബോത്ത് സൈഡ്സ് സെയിം ആണ്. ഓക്കെ? 2 opposite sides are equal. ഓക്കെ? ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ സൈഡും ഈക്വൽ ആണ്. ഓക്കെ? നെക്സ്റ്റ് ഷേപ്പ് ഈസ് ദിസ്. Can you see this? Okay. What is this shape? Can you say? A square. A square has 4 sides. And all sides are equal. What is? സ്ക്വയറിന് 4 സൈഡ്സ് ആണ് ഉള്ളത് അല്ലെ? 4 വശങ്ങളാണ് ഉള്ളത്. നമുക്ക് നോക്കാം. 1, 2, 3 and 4. These are the 4 sides. Then all sides are equal. ഇവിടെ നോക്കുക, ചിത്രം നോക്കിയാൽ കാണാല്ലേ, എല്ലാ വശങ്ങളും ഒരുപോലെയാണ് ഉള്ളത് അല്ലെ? ഏതെങ്കിലും ഒന്ന് അങ്ങോട്ട് കൂടിയ കുറഞ്ഞാണോ ഇരിക്കുന്നത്? അല്ല, എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ? This shape is called a square. A square has 4 equal sides. Okay? And next, look this shape. Can you see this? Okay. What is this shape? Yes. Triangle. What is this? Triangle. A triangle has 3 sides. What is? A triangle has 3
ട്രയാങ്കിളിന് 3 സൈഡ്സ് ആണ് ഉള്ളത്. നമുക്ക് നോക്കാം. 1, 2 and 3. These are the 3 sides. Then 3 corners എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വശവും കൂട്ടിമുട്ടുന്ന ഈ ഒരു ഏരിയനെ നമുക്ക് എന്ത് പറയാം? കോർണർ എന്ന് പറയാം. ഓക്കെ, ഈ ഒരു വശവും കൂട്ടിമുട്ടുന്ന ഈ ഒരു ഭാഗത്തെയാണ് എന്ത് പറയുന്നത്? കോർണർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഒരു കോർണറാണ് ഇവിടെ ഉള്ളത് അല്ല. ഇവിടെ നോക്കാം, ഈ ഒരു വശവും കൂട്ടിമുട്ടുന്ന ഇവിടെ ഒരു കോർണർ ഉണ്ട് അല്ലെ? ഈ വശത്തും ഇവിടെയും ഒരു കോർണർ ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു വശവും കൂട്ടിമുട്ടുന്ന ഇവിടെയും എന്തുണ്ട്? ഒരു കോർണർ ഉണ്ട്. അങ്ങനെ ടോട്ടൽ എത്ര കോർണേഴ്സ് ആണ്? 3 corners. A triangle has 3 sides and 3 corners. Okay, and next shape, can you see this? Yes or no? Yes. What is this shape? Yes, circle. What is this? Circle. A circle has no sides and no corners. What is? A circle has no sides and no corners. നമ്മൾക്ക് ഇവിടെ ചിത്രം നോക്കിയാൽ മനസ്സിലാവും അല്ലെ? ഈ ഷേപ്പ് നോക്കിക്കേ. ഇതിന് ഏതെങ്കിലും സൈഡുകളുണ്ടോ? ഇതുപോലെ റെക്ടാങ്കിളിന്റെയോ ട്രയാങ്കിളിന്റെയോ സ്ക്വയറിന്റെയോ ഒക്കെ പോലെ ഓരോ സൈഡുകളായിട്ടുണ്ടോ? ഇല്ല. മൊത്തത്തിൽ എന്താണ്? ഒരു കർവ് മാത്രമേ ഉള്ളൂ അല്ലെ? അപ്പോൾ ഈ സർക്കിളിന് എന്താണ്? സൈഡ്സുകളില്ല. അതുപോലെ തന്നെ എന്താണ്? കോർണേഴ്സും ഇല്ല. സൈഡുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താവുള്ളൂ? കോർണർ ഉണ്ടാവുള്ളൂ അല്ലെ? അപ്പോൾ ഇവിടെ എന്താണ്? സർക്കിളിന് കോർണറും ഇല്ല. ഓക്കെ, എ സർക്കിൾ ഹാസ് നോ സൈഡ്സ് ആൻഡ് നോ corners. Okay, now we learned plane shapes. What is plane shapes? That is flat shapes. അല്ലേ? ഫ്ലാറ്റ് ആയിട്ടുള്ള ഷേപ്പിനെയാണ് എന്ത് പറയുന്നത്? പ്ലെയിൻ ഷേപ്പ് എന്ന് പറയുന്നത്. ഇതെന്താണ്? 2 dimension ആണ് അല്ലെ? പ്ലെയിൻ ഷേപ്സ് 2 dimension ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? 2 സൈഡ് മാത്രമാണ് നമുക്ക് കാണാൻ പറ്റുള്ളൂ അല്ലെ? നമ്മുടെ ഈ ഷേപ്പ് നോക്കുക. ഇതെന്താണ്? സ്ക്വയർ ആണ് അല്ലെ? സ്ക്വയറിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾക്ക് കാണാൻ പറ്റും അല്ലെ? അതേസമയം സൈഡിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ലല്ലേ? അപ്പോൾ എന്താണ്? 2 dimension ആയിട്ടുള്ള ഷേപ്പ് ആണ് ഏത്? പ്ലെയിൻ ഷേപ്സ് എന്നുള്ളത്. ഓക്കെ, ഹിയർ വാട്ട് ഇസ് ദിസ് ഷേപ്പ്? യെസ്, rectangle. A rectangle has 4 sides. 1, 2, 3 and 4. A rectangle has 4 sides and 2 opposite sides are equal. 1, 3 എന്നീ സൈഡ്സുകൾ ഈക്വൽ ആണ്. Then 2 and 4 ഈ 2 സൈഡ്സും ഈക്വൽ ആണ്. Okay. Then next shape is, what is this? A square. Okay, a square has how many sides? Yes, 4 sides. 1, 2, 3 and 4. These are the 4 sides. All sides are equal. എല്ലാ സൈഡുകളും നോക്കിയാണെങ്കിൽ എന്താണ്? ഈക്വൽ ആണ്. Okay. Then next, what is this shape? Yes, triangle. A triangle has how many sides? 3 sides. 1, 2 and 3. These are the 3 sides. Then it has 3 corners. Okay. 1, 2, 3. 1, 2, 3. These are the corners. 2 സൈഡുകള് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഈ ഏരിയനെയാണ് എന്ത് പറയുന്നത്? കോർണർ എന്ന് പറയുന്നത്. ഓക്കെ, എ ട്രയാങ്കിൾ ഹാസ് 3 sides and 3 corners. Okay. Then next, what is the shape? Circle. A circle has
no sides and no corners. Okay, do you understand this? Okay. Next, we can study about solid shapes. What is solid shapes? Solid shapes എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ചത് ഏതായിരുന്നു? പ്ലെയിൻ ഷേപ്സ് അല്ലെ, ഫ്ലാറ്റ് ഷേപ്സ് ആയിരുന്നു. അവ എന്താണ്? 2 ഡയമെൻഷൻ ആണെന്ന് പറഞ്ഞല്ലേ. ഈ സോളിഡ് ഷേപ്സ് എന്നുള്ളത് 3 ഡയമെൻഷൻ ആണ്. എന്താണ്? 3 ഡയമെൻഷണൽ ഷേപ്സ് ആണ്. എന്നാൽ എന്താണ്? നമുക്ക് അങ്ങനെയുള്ള ഷേപ്പിന്റെ എല്ലാ വശങ്ങളും കാണാനായിട്ട് കഴിയും. ഓക്കെ, എന്താണ്? സോളിഡ് ഷേപ്സ് ആണെങ്കിൽ അവയുടെ എല്ലാ വശങ്ങളും നമ്മൾക്ക് കാണാനായിട്ട് കഴിയും. അതെന്താണ്? ഒരു 3 ഡയമെൻഷണൽ ആണ്. ഓക്കെ, ഫസ്റ്റ് വി ക്യാൻ സ്റ്റഡി ക്യൂബ്. വാട്ട് ഈസ് ക്യൂബ്? ക്യൂബ് എന്താണെന്ന് അറിയാമോ? നമ്മുടെ സ്ക്വയറിന്റെ സോളിഡ് ഷേപ്പ് ആണ് ക്യൂബ് എന്നത്. എന്താണ്? സ്ക്വയറിന്റെ സോളിഡ് ഷേപ്പ് ആണ് ഏത്? ക്യൂബ് എന്നത്. നമ്മൾ സ്ക്വയറിന് പഠിച്ചിരുന്നു സ്ക്വയറിന്റെ 4 സൈഡ്സും ഈക്വൽ ആണെന്നുള്ളത്. ഓക്കെ, അതുപോലെ തന്നെയാണ് ക്യൂബിന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആണ് എന്നത്. ഓക്കെ, ടീച്ചർ ഇവിടെ ഒരു ക്യൂബ് ഷേപ്പ് ഉള്ള ഒരു പ്രൊഡക്റ്റ് കാണിക്കാം. ടീച്ചറിന്റെ വാവയുടെ ബ്ലോക്സിന്റെ ഒരു പീസ് എടുത്തതാണ്. ഇവിടെ നോക്കുക, ഇത് നിങ്ങൾക്ക് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതിന് സൈഡുകൾ നോക്കുക. ഇവിടെയുള്ള ഭാഗവും ഇവിടെയുള്ള ഭാഗവും ഇവിടെയുള്ള ഭാഗവും ഇവിടെയുള്ള ഭാഗവും എല്ലാം ഈക്വൽ ആയിട്ടാണ് ഉള്ളത്. അതെയോ? കാണുന്നില്ലേ? എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതൊന്ന് തിരിച്ചു വെച്ചു. ഇവിടെ നോക്കിക്കേ, ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡും ഈ ഒരു സൈഡും എല്ലാം ഈക്വൽ ആയിട്ടാണ് ഉള്ളത്. അങ്ങനെ എല്ലാ സൈഡും എന്താണ്? ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിന് എത്ര സൈഡ് ഉണ്ടെന്ന്. 6 ഫേസസ് ആണ് ഉള്ളത്. 6 സ്ക്വയർ ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, ക്യാൻ സീ ഫേസസ് ഓഫ് ദിസ് ക്യൂബ്. 1 2 3 4 5 and 6. These are the 6 faces. Okay, a cube has 6 square faces. സ്ക്വയറിന്റെ ഷേപ്പിലല്ലേ ഇവിടെ ഉള്ളത്? അതെല്ലേ, സ്ക്വയറിന്റെ ഷേപ്പ് ഉള്ള എത്ര ഫേസസ് ആ ഉള്ളത്? 6 ആണ് ഉള്ളത്. ഓക്കെ, ഫേസസ് എന്ന് ഉദ്ദേശിച്ച് മനസ്സിലായോ? ഈ ഒരു പരന്ന പ്രതലത്തെ നമുക്ക് ഫേസ് എന്ന് പറയാം. അങ്ങനെ എത്ര ഫേസ് ഉണ്ട്? 6 ഫേസസ് ആണ് ഉള്ളത്. ഓക്കെ, എ ക്യൂബ് ഹാസ് 6 ഈക്വൽ സ്ക്വയർ ഫേസസ്. ഓക്കെ, നെക്സ്റ്റ് സോളിഡ് ഷേപ്പ് ഈസ് ക്യൂബോയിഡ്. വാട്ട് ഈസ് ക്യൂബോയിഡ്? ക്യൂബോയിഡ് ഷേപ്പ് എന്നത് പ്ലെയിൻ ഷേപ്പായ റെക്ടാംഗിളിന്റെ സോളിഡ് ഫോം ആണ്. ഓക്കെ, റെക്ടാംഗിളിന് എത്ര സൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞേ? 4 സൈഡ്സ് ഉണ്ടെന്നല്ലേ? ഓക്കെ, now I am going to show a box. Can you see this? Okay, this is the shape of cuboid. Okay, now we can look this. A rectangle has 4 sides. 1 2 3 and 4 sides. Then 2 opposite sides are equal. Okay, നമുക്ക് ഇതിന്റെ ക്യൂബോയിഡ് ഫോം നോക്കുക. ഇവിടേക്ക് നോക്കുക. നമ്മൾ നേരത്തെ ഇവിടെ കാണിച്ച ഫേസിന്റെ അതേ വലിപ്പമാണ് ഇവിടെയുള്ളത് അല്ലല്ലേ? ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ കാണിച്ച ഫേസിന്റെ അതേ വലിപ്പമാണ് ഇവിടെയുള്ളത് അല്ല, അല്ലേ? അപ്പോൾ ഈ ഒരു ഷേപ്പാണ് ഏത്?
ക്യൂബോയിഡ് ഷേപ്പ് എന്നത്. നമുക്ക് ഈ ക്യൂബോയിഡിന്, ഈ ബോക്സിന് എത്ര ഫേസസ് ഉണ്ടെന്ന് നോക്കാം. 1 2 3 4 5 and 6. എത്ര ഫേസസ് ഉണ്ട്? 6 ഫേസസ് ഉണ്ട്. എങ്ങനത്തെ ഫേസസ് ആ ഉള്ളത്? സ്ക്വയർ ഫേസസ് ആണോ റെക്ടാംഗുലർ ഫേസസ് ആണോ ഉള്ളത്? ആ, റെക്ടാംഗിളിന്റെ ഫേസസ് ആണല്ലേ. റെക്ടാംഗിൾ ഷേപ്പിന്റെ രൂപത്തിലാണ് ഏത് ക്യൂബോയിഡ് ഷേപ്പിന്റെ ഫേസ് ഉള്ളത്. ഓക്കെ, once more we can look these faces. 1 2 3 and 4, then 5, then opposite 6. These are the 6 faces. Okay, a cuboid has 6 rectangular faces. Rectangle ഷേപ്പിലുള്ള 6 ഫേസസ് ആണ് ഉള്ളത്. അപ്പോൾ നമ്മൾ പഠിച്ച 2 സോളിഡ് ഷേപ്സ് ഏതൊക്കെയാണ്? What is this shape? Yes, cube shape, and this is cuboid. Okay, cube and this is cuboid. Okay, 2 solid shapes are cube and cuboid. അപ്പോൾ ഇവിടെ നോക്കുക ഫേസസ്. നമുക്ക് ഇവിടെ നോക്കിയ ചിത്രത്തില് 3 ഫേസസ് കാണുന്നുള്ളൂ അല്ലെ. 1 2 3. ഇതിന്റെയൊക്കെ ഓപ്പോസിറ്റ് എന്തുണ്ട്? ഓരോ ഫേസസ് ഉണ്ട് അല്ലെ. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയായിട്ട് ഏതുണ്ട്? 4th ഫേസ് ഉണ്ട്. ഇതിന്റെ ഓപ്പോസിറ്റ് ഇവിടെയായിട്ട് ഏതുണ്ട്? 5th ഫേസ് ഉണ്ട്. ദെൻ ഇതിന്റെ ഓപ്പോസിറ്റ് താഴെയായിട്ട് ഏത് ഫേസ് ഉണ്ട്? 6th ഫേസ് ഉണ്ട്. ഓക്കെ, a cube has 6 square faces. Okay, the next shape is cuboid. Okay, what is cuboid? A cuboid has 6 rectangular faces. 1 2 3 4, opposite 5, then the opposite 6. These are the 6 faces of cuboid. A cuboid has 6 rectangular faces. Okay, now you can take our textbook page number 100 for the chapter is shapes. Here first draw and color a picture of your house using these shapes. എന്താണ് ഇവിടെ കുറച്ച് ഷേപ്സ് നൽകിയിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? റെക്ടാംഗിൾ, സർക്കിൾ, ട്രയാംഗിൾ ആൻഡ് സ്ക്വയർ. ഈ ഷേപ്സ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീടിന്റെ ചിത്രം വരയ്ക്കുക. അതിനുശേഷം എന്ത് ചെയ്യണം? കളറ് ചെയ്യാനായിട്ട്. എന്താണ് വീട് വരയ്ക്കേണ്ടത്? എങ്ങനെയാണ്? ഈ ഷേപ്സുകൾ ഉപയോഗിച്ച് വേണം ഇവിടെ ഡ്രോ ചെയ്യാനായിട്ട്. ദെൻ യു ക്യാൻ ഗീവ് കളർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് പേജ് നമ്പർ 102 എക്സസൈസസ്. ഫസ്റ്റ് കളർ ദ ക്യൂബ്സ് റെഡ് ആൻഡ് ദ ക്യൂബോയിഡ്സ് ഗ്രീൻ. ഇവിടെ ക്യൂബ്സിന്റെയും ക്യൂബോയിഡ്സിന്റെയും ചിത്രം നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലേ ഏതാണ് ഷേപ്പ്? വാട്ട് ഇസ് ദിസ് ഷേപ്പ്? ക്യൂബ്. വാട്ട് ഇസ് ദിസ് ഷേപ്പ്? ക്യൂബോയിഡ്. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് ക്യൂബിന്റെയും ക്യൂബോയിഡേയും ചിത്രങ്ങൾക്ക് കളർ കൊടുക്കുക. ക്യൂബ്സിന് റെഡ് കളറും ക്യൂബോയിഡിന് ഗ്രീൻ കളറുമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, യു ക്യാൻ ഡു. നെക്സ്റ്റ് fill in the blanks. First, I have 3 sides. I am a dash. ഇവിടെ ഒരു ക്ലോസ് തന്നിട്ടുണ്ട്. ആ ക്ലൂ നോക്കിയിട്ട് ഏതാണ് ഷേപ്പ് എന്ന് എഴുതാനായിട്ട്. I have 3 sides. What is that shape? Yes, triangle. I am a triangle. Okay.
Then next, I have 4 equal sides. I am a dash. 4 equal sides ഉള്ള shape ഏതാണ്? Yes, square. Square. You study the spelling of these shapes. Then you can read these. Then you write the correct shape. Okay. Then next, life skills. Look at these snacks. Can you tell the shapes of each item? What is the shape of this? Yes, square. Then this is circle. And this is shape is rectangle. What is the shape of this cake? Yes, triangle. Okay, you can write here. Then Priya wants to eat pizza every day. Do you think it is good for her health? Why? പിസ എല്ലാ ദിവസവും കഴിക്കുന്നത് നല്ലതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നല്ലതാണോ ചീത്തയാണോ? You can say your opinion. Okay. Next, what is the shape of this? ക്യൂബ് ഷേപ്പ് ആണ്. ഇതെന്താണ്? ഒരു ഡയസ് ആണല്ലേ. നമ്മൾക്ക് എന്താണ് പാമ്പും കോണിയൊക്കെ കളിക്കാറുണ്ടോ? അതില് നമ്മൾ ഈ ഡയസ് യൂസ് ചെയ്യാറുണ്ട് അല്ലെ. ഇതിന്റെ എല്ലാ സൈഡ്സും എന്താണ്? ഈക്വൽ ആയിരിക്കും. ഒരു ക്യൂബ് ഷേപ്പ് ആണ്. ഓക്കെ. സുമ ട്രൈസ് ടു ചീറ്റ് ഇൻ എ ഗെയിം ഓഫ് ഡയസ്. ഈസ് ഹെയർ ആക്ഷൻ റൈറ്റ്? വൈ? സുമ ഗെയിം കളിക്കുമ്പോൾ ഈ ഡയസ് കളിക്കുന്നതില് ചീറ്റ് ചെയ്യാറുണ്ട്. നല്ലതാണോ അല്ലയോ? യു ക്യാൻ സേ യുവർ ഒപ്പീനിയൻ. ഓക്കെ. ദെൻ നെക്സ്റ്റ്, ടിക്ക് ദ റൈറ്റ് ഔട്ട്ലൈൻ ഓഫ് ദ ഷേപ്സ്. ഇവിടെ ഷേപ്സുകൾ നൽകിയിട്ടുണ്ട്. ഈ രണ്ട് ഷേപ്പോട് ചേർന്ന് കഴിയുമ്പോൾ കിട്ടുന്ന ഷേപ്പ് ഇതിൽ ഏതാണ് ടിക്ക് ചെയ്യാനായിട്ട്? ഓക്കെ. ഫസ്റ്റ് റെക്ടാങ്കിളും സർക്കിളൂടെ ചേർന്ന് കഴിയുമ്പോൾ ഏത് ഷേപ്പ് ആയിരിക്കും വരുന്നത്? ഫസ്റ്റത്തെയാണോ സെക്കൻഡെയാണോ? നമുക്കിവിടെ നോക്കാം. ഇതാണ് ഏത്? റെക്ടാങ്കിൾ. റെക്ടാങ്കിളിന്റെ കൂടെ നമ്മൾ ഈ സർക്കിളും കൂടെ വെച്ചു. ഓക്കെ. അപ്പോൾ കിട്ടിയ ഷേപ്പ് നോക്കുക. ഫസ്റ്റത്തെയാണോ സെക്കൻഡ് ആണോ? ഫസ്റ്റ് ആണല്ലേ. റെക്ടാങ്കിളിന്റെ എന്താണ്? കുറച്ച് ലെങ്തി ആണല്ലേ. ഓക്കെ. Then next, square and triangle. You look which is the correct shape. Now we can use this shape. This is square and this is triangle. Okay. ഇപ്പോൾ എന്താ ഷേപ്പാ കിട്ടിയത്? നിങ്ങൾക്ക് ചിത്രത്തിലുള്ള ഏതാണ് മനസ്സിലാവുന്നത്? ഫസ്റ്റ് ഓർ സെക്കൻഡ്? യെസ്, സെക്കൻഡ്. ഓക്കെ. ദെൻ ലുക്ക് നെക്സ്റ്റ്, ട്രയാങ്കിൾ ആൻഡ് സർക്കിൾ. ഓക്കെ. നൗ വി ക്യാൻ യൂസ് ദിസ് ഷേപ്പ്. ട്രയാങ്കിൾ. ദെൻ വാട്ട് ഇസ് ദിസ് ഷേപ്പ്? യെസ്, സർക്കിൾ. ഇപ്പോൾ ചിത്രത്തിൽ നോക്കിക്കേ, ഏത് ഷേപ്പിലാ വരുന്നത്? ഫസ്റ്റ് വൺ ഓർ സെക്കൻഡ്? യെസ്, ഫസ്റ്റ്. ഓക്കെ, യു ക്യാൻ പുട്ട് ടിക്ക് മാർക്ക്. ഓക്കെ. Our fourth chapter is over. Next, you can take our notebook. Then write date, then write the chapter name, then you write plane shapes, then below this heading you write rectangle, then draw this shape, then you write this. A rectangle has 4 sides. The 2 opposite sides are equal to each other. Then next you can write heading square, then draw this shape, then write this. A square has 4 equal sides. Like this you can
draw and write down this in your maths notebook. Okay. Our fourth chapter is over, and the next maths class you have dictation of this chapter. You prepare for that. Okay. Thank you. Have a nice day.